യുദ്ധക്കെടുതികളും പ്രകൃതി ദുരന്തങ്ങളും കരകയറാത്ത അഫ്ഗാൻ മറ്റൊരു ശൈത്യകാലത്തെ അതിജീവിക്കാനുള്ള തത്രപ്പാടിലാണ്. നാൾക്കുനാൾ രൂക്ഷമാകുന്ന ഭക്ഷ്യപ്രതിസന്ധി ഈ വർഷത്തോടെ 2 ലക്ഷത്തോളം കുട്ടികളെ കൊടും പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം കണക്കാക്കുന്നത്. കാബൂളിന്റെ പ്രാന്തപ്രദേശത്തെ ടെന്റുകളിലൊന്നിൽ ചെറിയ ബൾബ് വെളിച്ചത്തിന് കീഴിലിരുന്ന ഉണക്ക ബ്രെഡും ചായയും കഴിച്ച് വിശപ്പകറ്റുകയാണ് സാമിയുള്ളയുടെ 7 അംഗ കുടുംബം. ആ വീട്ടിലന്ന് ഒരു നേരത്തെ അന്നമേയുള്ളൂ. മഴയിലും കാറ്റിലും ആടിയുലയുന്ന ടെന്റിൽ കരയുന്ന മക്കളെ ചേർത്തു പിടിച്ചിരിക്കുകയേ മാർഗമുള്ളൂ. പോകാൻ മറ്റൊരിടമോ ഭൂമിയോ ഇല്ല, ജോലിയില്ല, പരസഹായവുമില്ല. ഇറാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാടുകടത്തപ്പെട്ട ദശലക്ഷക്കണക്കിന് അഫ്ഗാനികളിൽപ്പെട്ടവരാണ് സാമിയുള്ളയുടെ കുടുംബം. ഇവരെ പോലെ 17 ദശലക്ഷം അഫ്ഗാനികൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് കൊടും പട്ടിണിയിലാണ്. ഉപജീവന മാർഗങ്ങൾ പരിമിതമായ ശൈത്യകാലത്ത് ബ്രെഡ് അല്ലാതെ മറ്റൊന്നും വാങ്ങാനുള്ള പണം ഈ കുടുംബങ്ങളുടെ പക്കലില്ല. അന്താരാഷ്ട്ര ഏജൻസികൾ എത്തിക്കുന്ന അരിച്ചാക്കുകളും ഓയിൽ ടിന്നുകളും നീണ്ട ക്യൂവിൽ കാത്തുനിൽക്കുന്നവർക്ക് തികയില്ല. ഇറാനിലെ മെച്ചപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ടാണ് അഫ്ഗാനിലെ ടെന്റിലേക്ക് സാമിയുള്ളയ്ക്ക് ജീവിതം പറിച്ചു നടേണ്ടി വന്നത്. ഭരണകൂട പ്രതിഷേധങ്ങളുടെ തുടക്കത്തിൽ നടന്ന റെയ്ഡുകളിൽ പിടിയിലായ സാമിയുള്ളയും 2 ആൺമക്കളും കുടുംബത്തോടെ നാടുകടത്തപ്പെട്ടു. സമീപ വർഷങ്ങളിൽ 2.5 ദശലക്ഷം അഫ്ഗാനികളെയാണ് പാകിസ്ഥാൻ നാടുകടത്തിയത്. സുരക്ഷയും വിഭവ ദൗർബല്യവും ചൂണ്ടിക്കാട്ടിയുള്ള നടപടി തകർത്തത് താലിബാൻ ഭരണത്തിൽ നിന്ന് ഒളിച്ചോടി ജീവിതം കരപിടിപ്പിച്ചെടുത്ത ലക്ഷക്കണക്കിന് അഫ്ഗാനികളെയാണ്. ട്രംപ് അധികാരത്തിലേറിയതിനു പിന്നാലെ അന്താരാഷ്ട്ര സഹായത്തിനുണ്ടായ വലിയ ഇടിവും ഇരട്ടി പ്രഹരമായി. കഴിഞ്ഞ വർഷം രാജ്യത്ത് പോഷകാഹാരക്കുറവ് റെക്കോർഡ് ഉയരത്തിലെത്തിയെങ്കിൽ ഈ വർഷം നില കൂടുതൽ മോശമാകുമെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം കണക്കാക്കുന്നത്. ഏജൻസിയുടെ കണക്ക് പ്രകാരം ഗുരുതര പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടികളുടെ എണ്ണം ഈ വർഷം 2 ലക്ഷം കടക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.